ഇത് കണ്ടോ, എൻ്റെ പച്ചമുളക് കണ്ടോ, കുരുടിച്ച് എല്ലാം പോയി. ഞാൻ അതിൻ്റെ ഇലയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു, എന്നിട്ടും കാര്യമൊന്നുമില്ല. കുരുടിപ്പായിരുന്നു ഇതിന് മുഴുവൻ. കണ്ടോ, കുരുടിച്ചെല്ലാം പോയി. ഇതിൻ്റെ കാരണം ഞാനൊരു 3-4 ആഴ്ച ഇവിടെ ഉണ്ടായിരുന്നില്ല. 27 ദിവസം കറക്റ്റ് ബാംഗ്ലൂരായിരുന്നു, ഒരു ബന്ധു വീട്ടിലായിരുന്നു. അവിടെ പോയി പിന്നെ അവിടെ തങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 27 ദിവസം കഴിഞ്ഞാണ് ഞാൻ തിരിച്ചു വന്നത്. അതുവരെ ഇതൊക്കെ നനയ്ക്കാനൊരു കൊച്ചിനെ ഏർപ്പാട് ചെയ്തിരുന്നു. പക്ഷേ നനച്ചു, അത് ശരിയാണ്. പക്ഷേ ഈ കുരുടിപ്പ് വന്നു. ഞാൻ സാധാരണ ഈ കുരുടിപ്പ് വരാതിരിക്കാൻ ചെയ്യുന്നത് നമ്മുടെ ഈ നാച്ചുറായിട്ടുള്ള വേപ്പെണ്ണ അല്ലെങ്കിൽ പപ്പായയുടെ ഇല എടുത്ത് കീടനാശിനി ഉണ്ടാക്കുക, ചീമക്കൊന്നയുടെ ഇല കൊണ്ട് കീടനാശിനി ഉണ്ടാക്കുക, വേപ്പെണ്ണ, സോപ്പ്, ലായനിയൊക്കെയാണ് ശരിക്കും ഞാൻ ഉപയോഗിക്കുന്നത്. അത് കുരുടിപ്പ് വരാതിരിക്കാനാണ് കേട്ടോ. വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വേപ്പെണ്ണയൊന്നും അധികം ഏക്കില്ല. അത് കൃഷി ചെയ്യുന്നവർക്കറിയാം, വേപ്പെണ്ണ ശരിക്കും ഏക്കില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്ന ഒരു അത്ഭുതമായൊരു മരുന്നാണ്. ആ മരുന്ന് പ്രയോഗിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ ആ മരുന്ന് തീർച്ചയായിട്ടും ഉപയോഗിക്കുക. ഞാൻ ആ മരുന്നിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറഞ്ഞ ചിലവിൽ എങ്ങനെ കൃഷി ചെയ്ത് കൂടുതൽ പച്ചക്കറി വിളവെടുക്കാം എന്നതിനെപ്പറ്റി ഓരോ സൂത്രങ്ങളൊക്കെ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന എന്നോടൊപ്പം സഹകരിക്കാൻ തയ്യാറുള്ള എല്ലാവരും ഈ ചാനലിലേക്ക് സ്വാഗതം. അതുപോലെ നമുക്ക് മുന്നേറണം, കേരളവും മുന്നേറണം, അതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ ബാംഗ്ലൂർ പോയി എന്നൊക്കെ പറഞ്ഞ് വെറുതെ പടക്കം അടിക്കുന്നതൊക്കെ എന്ന ആൾക്കാർക്ക് തോന്നരുത്. ഞാൻ പോയ ഇതാണ് ഇതിനകത്ത്, എൻ്റെ പേരൊക്കെ ഉണ്ട് ഇതിനകത്ത്. എക്കോണമിയിലാണ് പോയത്, എക്കോണമി ചാർജിലാണ് പോകുന്നത്. ഇത് ബോർഡിംഗ് പാസ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് കണ്ടോ, ആ മരുന്ന് ഞാൻ അടിച്ചതിന് ശേഷം ഇപ്പോൾ എൻ്റെ മുളകിൻ്റെ അവസ്ഥയാണിത്. ഇത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഞാനും എനിക്കും വിശ്വാസം വന്നില്ല ഇത് ഇത്രയും ആവുമെന്ന്. ഈ 3 മുളക് ഇതുപോലെ ആയിരുന്നു. അതിന് ഞാൻ അടിച്ചില്ല. ഒരു 8-9 ദിവസം കൊണ്ടായിട്ടുള്ളൂ ഇത് അടിച്ചിട്ട്. 3 തവണ അടിച്ചു ഞാൻ ഇതിനകത്ത് ഈ മരുന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആ മരുന്ന് ഏതാണെന്നുള്ളത് അറിയാനായിരിക്കും തിരക്ക്, അത് ഞാൻ പറയാം. അപ്പോൾ ഇത് കണ്ടോ, ഇതിനിപ്പോൾ യാതൊരു കുഴപ്പമില്ലല്ലോ. ഈ മാതിരി വന്നതാണത് ഞാൻ കാണിച്ചുകൊണ്ട്. ഇതിൻ്റെ പ്രശ്നം കണ്ടോ. അപ്പോൾ ഇത് ചെയ്യേണ്ടത്, ഇനി നിങ്ങൾ ഈ മരുന്ന് ഇത് കണ്ടോ, ഇതും ഇപ്പോൾ പൂത്തു തുടങ്ങി. അതെ, പൂത്തു തുടങ്ങി. ഇപ്പോൾ അതിൻ്റെ കുരുടിപ്പെല്ലാം പോയി, പൂത്തു മുളങ്ങി. ഇതിന് മുളക് ഉണ്ടാകുന്നുമുണ്ട്. ഇവിടെ ഞാൻ മുളക് 2-3 ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാണ്. എവിടെയാണെന്ന് അറിയില്ല, ഒന്ന് നോക്കട്ടെ കേട്ടോ. തിരിച്ചു വെച്ച് നോക്കട്ടെ. അതേനാ, കണ്ട കുരുടിപ്പ് വന്നതിൻ്റെയാണ്. മുളകിന് ഒരു ഉന്മേഷം ഉച്ചിരൊന്നുമില്ല, നല്ല ഇതൊന്നുമില്ല. കണ്ടോ, ഇത് ഇവിടെ ഉണ്ടോ ഒരെണ്ണം. ഇത് നല്ല ഉന്മേഷമൊന്നുമില്ല, കുരുടിപ്പ് വന്നതിൻ്റെയാണിത്. ഇനി ഇതൊരു ട്രിപ്പ് ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാകുന്നതാണ് നന്നായിട്ട് വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് എൻ്റെ അനുഭവം. അപ്പോൾ ഇതിപ്പോൾ വളരെ എഫക്റ്റായെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ആ മരുന്ന് ഏതാണെന്നാണ് കാണിക്കുന്നത്. ഇതാണ് ആ മരുന്ന്, ഹൈഡ്രജൻ പെറോക്സൈഡ്. 20 രൂപയാണ് ഇതിൻ്റെ വില. അല്ല, 100 ml ആണിത്. ഇതിൽ നിന്ന് 5 ml ആണ് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് എടുക്കേണ്ടത്. ഇതിനെപ്പറ്റി, ഈ ഹൈഡ്രജൻ പെറോക്സൈഡിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. ഇതിപ്പോൾ രാസവസ്തു, കെമിക്കൽ എന്നൊന്നും പറയാൻ പറ്റില്ല. വളരെ കാഠിന്യം കുറച്ച് നമ്മൾ കഴിക്കുന്ന ഗുളിക കെമിക്കലല്ലേ, അതുപോലെയൊക്കെ ഉള്ളൂ. പല്ല് തേക്കുന്ന പേസ്റ്റ് കെമിക്കലല്ലേ, അതുപോലെയൊക്കെയുള്ള കെമിക്കലേ ഇതിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്നാലും ഇത് നമ്മുടെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വായിലോ കണ്ണിലോ ഒന്നും പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ നമുക്കൊന്ന് കുലുക്കിയിട്ടൊരു 5 ml എടുക്കാം. ഈ 5 ml എടുക്കുമ്പോൾ അത് തുറന്നു വയ്ക്കരുത്. ഇത് വായുവിൽ തുറന്നിരുന്ന് കഴിഞ്ഞാൽ ആവിയായിട്ട് പോകും, ഒന്നും ഇല്ലാതെ വരും. അപ്പോൾ ഇതിൻ്റെ കിട്ടുന്ന ഇതിന് വന്നിരിക്കുന്ന അടപ്പുണ്ട്, ആ അടപ്പിലെടുക്കരുത്. ഇത് 5 ml ഇല്ല. നമ്മൾ സാധാരണ ബോട്ടിലില്ലേ വെള്ളക്കുപ്പിയുടെ, അതിൽ എടുക്കുന്നതാണ് നല്ലത്. അതിലെടുക്കുമ്പോൾ, നിറച്ചെടുക്കുമ്പോൾ 5 ml കിട്ടും. ഇപ്പോൾ 5 ml ഉണ്ട്. അത് നമുക്ക് സ്പ്രേയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യണം.
അപ്പോൾ ഇത് 3 ദിവസം കൂടുമ്പോൾ നമ്മൾ അടിക്കണം. ഇലയിലും അടിയിലും, ഇലയുടെ അടിയിലും മുകളിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കുക. 3 ദിവസം കഴിഞ്ഞ് അടുത്ത 3 ദിവസം ആകുമ്പോൾ പിന്നെ അടിക്കുക. അങ്ങനെ ഒരു 3 തവണ അടിച്ചു കഴിയുമ്പോൾ തന്നെ അതിന് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ മുരടിച്ച് നിൽക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കളയണം. ഈ ഇലകളും ഇതൊന്നും ഇതിൻ്റെ ചുവട്ടിൽ ഇടരുത്, ദൂരെ കൊണ്ടുപോയി കളയണം, അല്ലെങ്കിൽ കത്തിച്ച് കളയണം. ഇതൊന്നും ഇവിടെ ഇടരുത്. ഇതൊക്കെ ഒരു തരം കീടങ്ങളാണ്, അണുബാധയുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കളയണം, എടുത്ത് ദൂരെ കൊണ്ടുപോയി കത്തിച്ച് കളയണം. എന്നിട്ടാണ് ഇതിനടിക്കാവൂ. ഇത്രയും നമ്മൾ ചെയ്യണം. ഈ മോശപ്പെട്ട മടങ്ങി നിൽക്കുന്ന ഇലകൾ ഒക്കെ എടുത്ത് കളയുക. ഇതിവിടെ വച്ചിട്ട് ഞാൻ പിന്നീട് അത് കത്തിച്ച് കളയാനാണ് ശ്രമിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്ത് സഹകരിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു 3-4 ദിവസം മുമ്പ് അടിച്ചത്, എന്നാലും ഒന്നും കൂടെ അടിച്ചേക്കാം. ഈ നമ്മളെ ഹൈഡ്രജൻ പെറോക്സൈഡ് കൊണ്ട് ഒരുപാട് ഉപയോഗം ഉണ്ട് കേട്ടോ, ഒരുപാട് ഉപയോഗം, കുറച്ചൊന്നുമല്ല. ചെവിയിൽ ഈ വാക്സ് വന്നിരുന്നു കഴിഞ്ഞാൽ, ഈ ചെവി കഷ്ണം വന്നു കഴിഞ്ഞാൽ അത് കളയാൻ ഇത് ഒഴിക്കുന്നത് ഞാൻ പറയുന്ന മാതിരി നിങ്ങൾ ചുമ്മാ ഒഴിക്കരുത്. അതെങ്ങനെയാണെന്ന് കണ്ട് പഠിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. വെറുതെ കൊണ്ടുവന്ന് ചെവിയിൽ ഒഴിക്കരുത്, അത് അപകടമാണ്. അതുപോലെ മുറിവിന് ഏറ്റവും നല്ലതാണ്. പിന്നെ കാലിലൊക്കെ ഉപ്പൂറ്റി വിണ്ട് കീറിയ ഇതൊഴിച്ച് ശരിയാക്കാം. അതുപോലെ തന്നെ നമ്മുടെ നഖത്തിൻ്റെ ഉള്ളിൽ, അതായത് ഈ നഖത്തിൻ്റെ ഉള്ളിൽ അല്പം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. നഖത്തിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകളെല്ലാം പുറത്ത് എടുത്ത് കളയും. ഒരുപാട് ഉപയോഗങ്ങളാണ്. പൈസയാണെങ്കിൽ 20 രൂപയുള്ളൂ 100 ml. ഇതിൻ്റെ കൂടെ ഒരു കാര്യവും കൂടി നിങ്ങളോട് പറയാനുള്ളത്, ഇത് യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീരയാണ്. ഇത് നമ്മുടെ സ്വന്തം വീട്ടിൽ വളർത്തി കൊണ്ടുവന്നിരിക്കുന്ന വലിയൊരു സംരംഭമാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടപ്പോൾ ആൾക്കാർ ഒരുപാട് ചോദിച്ചു ഇതിൻ്റെ തൈ തരാമോയെന്ന്. അന്നൊന്നും ഞാൻ ഓൺലൈനിൽ ഇത് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ ഓൺലൈനിൽ ഇത് കൊടുക്കുന്നുണ്ട്. ഇത് 20 തണ്ട് കൂടിയതാണ് കൊടുക്കുന്നത്. 200 രൂപയാണ് അതിൻ്റെ വില. പോസ്റ്റ് വഴിയാണ് അയക്കുന്നത്. ബോക്സിൻ്റെയും പോസ്റ്റിൻ്റെ കാശും പോസ്റ്റൽ കാശ് ചിലവൊക്കെ ഞാനാണ് എടുക്കുന്നത്. 200 രൂപ എന്ന് പറയുമ്പോൾ നല്ലൊരു സംഖ്യ പോസ്റ്റൽ ചിലവും ബോക്സിനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ 20 അല്ല, ഒരു 10, 30, 35, ചിലപ്പോൾ 30 അല്ലെങ്കിൽ 35 തണ്ട് നമുക്ക് നടാൻ പറ്റും. ഒരു വിരൽ നീളത്തിലുള്ള തണ്ടാണ് നടേണ്ടത്. ഇതിൻ്റെ കൃഷി രീതികൾ വിശദമായിട്ട് ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിന് കഞ്ഞിവെള്ളം പൊളിപ്പിച്ച് അല്പം ഒഴിച്ചു കൊടുക്കും. വേറെ ഒരു വളവും ഞാൻ ചെയ്യാറില്ല. പിന്നെയുള്ളത് കറ്റാർവാഴയാണ്. ഇത് ചെറുത് 60 രൂപയും വലുത് 100 രൂപയ്ക്കുമായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഇതിന് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് നല്ല ചാർജാവും. ഇത് നല്ല ഇനമാണ്, അതാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് കണ്ടോ, ഇതിവിടെ നല്ല വീതി ഉണ്ടാവും, അതുപോലെ നല്ല വണ്ണം ഉണ്ടാവും. അങ്ങനെയുള്ളതാണ് നല്ല ജനുസിൽപ്പെട്ടത്. ചിലത് കോല് പോലെ നീളമായിട്ട് അങ്ങോട്ട് പോകും. അതിൽ ജെല്ല് കിട്ടില്ല. ഒക്കെ തലമുടി ഉണ്ടാവാനും തലമുടി പെട്ടെന്ന് വളരാനൊക്കെ എത്ര നല്ലതാണെന്നറിയോ. ഒരുപാട് ഉപയോഗങ്ങൾ ഇതിന് വേറെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സഹകരിക്കുന്നു, വിശ്വസിക്കുന്നു. തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.